ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇന്നൊരവസരം ദൈവം ഒരുക്കി തന്നതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി, ഒരു ചെറിയ ധ്യാനത്തിന് വേണ്ടി നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 19-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനന്മാർ. ഇവിടെ ഒരു കാലത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുകയാണ്. വളരെ കാലം, ഒരു വലിയ കാലദൈർഘ്യം തൻ്റെ ആളുകൾക്ക് ആ യജമാനൻ കൊടുക്കും. നമുക്കും ദൈവം ഒരു കാലം തന്നിരിക്കുകയാണ്. നമ്മുടെ ജനനം മുതൽ, അല്ലെങ്കിൽ അത് വേണ്ട, നാം ക്രിസ്തുവിനെ അറിഞ്ഞതു മുതൽ നമ്മുടെ മരണം വരെയോ അതിനു മുമ്പ് കർത്താവിൻ്റെ വരവ് വരെയോ നമുക്കൊരു സമയം ദൈവം തന്നിട്ടു. ആ സമയം നാം എന്തു ചെയ്തു, ആ സമയം നാം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു കാലമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ സമയത്തിൻ്റെ വില നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. നമ്മൾ താലന്തുകളെ കുറിച്ചാണത് കൂടുതലായി പഠിക്കുന്നതെങ്കിലും ഇവിടെ പറയുന്നത് വളരെ കാലം കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ ആ താലന്ത് അവർക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് വന്ന് തിരിച്ചു ചോദിക്കുകയല്ല, വളരെ കാലം കഴിഞ്ഞ് മനുഷ്യന് സമയത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഭാഗം. പലപ്പോഴും മനുഷ്യൻ ആ സമയത്തിൻ്റെ വില മറന്നു പോകുന്നു. സമയത്തിൻ്റെ വില മറന്നു പോകുന്നത് കൊണ്ടാണ് നാം എല്ലാവരും വളരെ പലവിധമായ കാര്യങ്ങൾ, വെറുതെ ഒന്നിനുമല്ലാത്ത ചില കാര്യങ്ങളിലേക്ക് നാം ഏർപ്പെടുന്നു. ചില സമയം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി മുക്കാലും നമ്മൾ കിടന്നുറങ്ങുകയാണ്. എന്നിട്ടും എന്ത് ചെയ്യുന്നു, ആ കിടന്നുറങ്ങുന്നതിൻ്റെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ കിടന്നുറങ്ങാൻ നമ്മൾ സമയം ചെലവഴിക്കും. സമയം നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി കിടന്നുറങ്ങുന്നവരെ നാം ശ്രദ്ധിച്ചു, അവർ ഈ സമയത്തിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നവരല്ല എന്ന് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവർ ഏർപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നും അവരത്രയും അങ്ങോട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരല്ല എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ നോക്കുക, ഈ സമയം ഒരുപാടുണ്ട്. നമ്മൾ ദൈവത്തെ അറിഞ്ഞത് മുതലുള്ള സമയം ദൈവം അവിടെ കൗണ്ട് ചെയ്യുകയാണ്. ആ ദൈവം എണ്ണിത്തുടങ്ങുകയാണ്. നമ്മൾ ഇന്ന് ഒരാൾ, അത് നമ്മുടെ പ്രായമുള്ള ഘട്ടത്തിലാകാം, അല്ലെങ്കിൽ നമ്മൾ യൗവനക്കായിരുന്ന സമയം ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അറിവ് ലഭ്യമായ കാലഘട്ടം മുതൽ, ദൈവത്തെ അറിഞ്ഞതു മുതലുള്ള കാലം, അല്ലെങ്കിൽ ആ സമയം ദൈവം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവസാനം ദൈവം ഒരു ചോദ്യം ചോദിക്കും. ഞാൻ നിനക്ക് തന്ന സമയം നീ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ള ചോദ്യം ദൈവം ചോദിക്കും. കാരണം സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് ദരിദ്രനും ധനവാനും പുരുഷനും സ്ത്രീക്കും കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും ധനാഢ്യന്മാർക്കും എല്ലാം എന്തുണ്ട്, എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ളവർക്കും, എല്ലാ രാജ്യങ്ങളിലുള്ളവർക്കും, എല്ലാ മതവിഭാഗങ്ങളിലുള്ളവർക്കും, എല്ലാ വർഗവർണ്ണ വ്യത്യാസമുള്ളവർക്കും എന്തുണ്ട്, സമയം ഒരുപോലെയാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കും. അപ്പോൾ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പലപ്പോഴും നാം അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. സമയം കുറഞ്ഞുപോയി എന്ന് ആരും, എനിക്ക് സാജൻ പറഞ്ഞ അത്രയും സമയം എനിക്ക് ജീവിതത്തിൽ കിട്ടിയില്ല. ദൈവം സമയം എല്ലാവർക്കും ഒരുപോലെയാണ് നൽകിയിരിക്കുന്നത്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ മുതൽ സമയക്രമീകരണത്താൽ 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചു. ആദ്യമേ എന്ത് ചെയ്തില്ല, ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. നമ്മളും ദൈവത്തെ അറിഞ്ഞ ഒരാൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ്. നോക്കുക, ഇവിടെ മനുഷ്യനെ എന്ത് ചെയ്യുന്നു, ഏറ്റവും അവസാനം സൃഷ്ടിച്ചു. ആദ്യമേ മനുഷ്യനെ സൃഷ്ടിച്ചാൽ മനുഷ്യൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പറയും, ഞാനും ദൈവം കൂടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ദൈവം ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ ആ ദൈവത്തിൻ്റെ അടുത്ത് നിപ്പുണ്ടായിരുന്നു, ഇല്ലേ? അങ്ങനെയൊക്കെ പറയാനുള്ള സാധ്യത കൊണ്ട് ദൈവം എന്ത് ചെയ്തു, മനുഷ്യനെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചിട്ടാണ്. അപ്പോൾ നോക്കുക, നാം ഓരോ വിശ്വാസിയും സമയത്തെ അതിൻ്റെ ചിട്ടയോടെ അടുക്കോടെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ വിലപ്പെട്ട സമയം നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതാണ്. സമയം വെറുതെ നമ്മൾ പാഴാക്കി കളയരുത്. ആദ്യം നമ്മുടെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകണം.
ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ലക്ഷ്യം എൻ്റെ കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ പോകുക എന്നു മാത്രമല്ല, എന്നെ ഏൽപ്പിച്ച ഈ ഭൂമിയിൽ എന്നെ എന്തിനു രക്ഷിച്ചു, എന്നെ ഈ നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ എന്തിനു രക്ഷിച്ചു എന്ന് ബോധ്യപ്പെടുമ്പോൾ എന്നിൽ രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവ പൈതലിൻ്റെ മേലും ദൈവത്തിൻ്റെ ദൗത്യമുണ്ട്, ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു വന്നിട്ട് ഇവിടെ നിന്ന് പാട്ടുപാടി ആരാധിക്കുക എന്ന് മാത്രമല്ല ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം. നമ്മളെക്കുറിച്ച് ഓരോ വ്യക്തിയെക്കുറിച്ചും വ്യത്യസ്തമായ ഉദ്ദേശമുണ്ട്. സഭയെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ഭവനത്തെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. അപ്പോൾ ദൈവത്തിന് നമ്മുടെ മേലെല്ലാം വലിയ പ്ലാനുകളുണ്ട്. ആ പ്ലാനുകൾ നാം തിരിച്ചറിഞ്ഞു വേണം മുന്നോട്ട് പോകുവാൻ. അതുകൊണ്ട് ആ സമയം വിലപ്പെട്ടതാണ്. സമയം നാം ഒരിക്കലും പാഴാക്കി കളയരുത്. നമ്മൾക്ക് ഏറിയ പങ്കും നമ്മൾ സമയം വൃഥാ ചെലവഴിക്കുന്നതിനാണ്. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നാം നടക്കുവാൻ നമ്മുടെ സമയങ്ങളെ ക്രമീകരിക്കണം. ഈ നമ്മൾ വായിച്ച സുവിശേഷത്തിൻ്റെ, മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അതിൻ്റെ 1 മുതൽ നാം വായിക്കുമ്പോൾ അവിടെ മണവാളനെ എതിരേൽക്കാൻ വന്ന 10 കന്യകമാർ, നമുക്കറിയാം ആ സംഭവ കഥയൊക്കെ നമുക്കറിയാമല്ലോ. മണവാളനെ എതിരേൽക്കാൻ വന്ന 10 കന്യകമാരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. 5 പേർ അവരുടെ വിളക്കിൽ എണ്ണ കരുതി. 5 പേരും ചെയ്തില്ല, എണ്ണ കരുതിയില്ല. അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്കത് കാണുവാൻ. അപ്പോൾ ബുദ്ധിയുള്ളവരും ഇല്ലാത്തവരും വിളക്കെടുത്തപ്പോൾ അതിൽ എണ്ണ കരുതിയത് ബുദ്ധിയുള്ളവർ മാത്രമാണ് എന്ന് നമ്മൾക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. ബുദ്ധിയില്ലാത്തവർക്ക് സംഭവിച്ച പരാജയത്തിന്റെ കാരണം അവർ അലസരായിരുന്നു. മണവാളൻ വരുമല്ലോ, വരുന്നുടനെ അവിടെ പാട്ടും ബഹളവും ബാൻഡ് സെറ്റും ഒക്കെ നമുക്ക് കേൾക്കാം. ആ സമയത്ത് ഇച്ചിരി എണ്ണ ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വരാം. വന്നു കഴിഞ്ഞ് എണ്ണ വാങ്ങിച്ചോണ്ട് വരുമ്പോൾ മണവാളൻ അവിടെ നിന്ന് ആ ജംഗ്ഷനിൽ നിന്ന് അവിടെ വലിയ ഉത്സവത്തിന്റെ ആ സമയമാണല്ലോ, ആ മണവാളൻ വരുന്ന ആ ഉത്സവത്തിന്റെ ആ പ്രതീതിയിൽ ആ സമയം കൊണ്ട് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് മണവാളനോട് കൂടെ വിവാഹ സദ്യയിലേക്ക് പ്രവേശിക്കാം എന്ന് അവർ കരുതി. നമുക്കറിയാം, യഹൂദ പശ്ചാത്തലത്തിലാണത് പറയുന്നത്. രാത്രിയിൽ മണവാളൻ വധുവിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ്. അപ്പോൾ നോക്കുക, ഇവിടെ ബുദ്ധിയുള്ളവർ അവരുറങ്ങാൻ 10 പേരും എന്ത് ചെയ്തു? മണവാളൻ താമസിക്കുമല്ലോ എന്ന് കരുതി അവർ 10 പേരും ഉറങ്ങി. പക്ഷേ ഉറങ്ങിയത് ഈ 5 പേർ എണ്ണ കരുതി വെച്ചിട്ടാണ് അവർ ഉറങ്ങിയത്. എന്നാൽ ഈ 5 പേർ എന്ത് ചെയ്തില്ല? എണ്ണ കരുതി വെച്ചില്ല. 5 പേർ അവരുടെ ജോലി പൂർത്തീകരിച്ച് അവരുടെ മണവാളൻ വരുമ്പോൾ അവർക്ക് പ്രവേശിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണം ചെയ്തു വെച്ചിട്ടാണ് അവൻ ഉറങ്ങിയത്. എന്നാൽ ഈ 5 പേരും അലസരായിരുന്നു. ദൈവത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു, ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതം അലസരാകരുത്. ഈ 5 പേർ അലസരായി. ആർപ്പുവിളി കേട്ടു. മണവാളന്റെ ആർപ്പുവിളി ഉണ്ടായ ശേഷം അവരെന്ത് ചെയ്തു? എണ്ണ എടുത്തുകൊണ്ട് വന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? അവർ പോയി പെട്ടെന്ന് എണ്ണയൊക്കെ എടുത്തുകൊണ്ട് വന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? അത് ഉപകാരപ്പെട്ടില്ല. മണവാളന്റെ ആ വിവാഹ സദ്യയിലേക്ക് അവർക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവിടെ കഴിയാഞ്ഞതിന്റെ കാരണം എന്താണ്? അവർ പ്രവേശിക്കേണ്ട സമയം അതിക്രമിച്ചു. എല്ലാത്തിനും സമയമുണ്ട്. ദൈവം നമ്മുടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. നാം നമ്മുടെ ഭൗതിക ജീവിതത്തിലും നമ്മുടെ ആത്മീക ജീവിതത്തിലും നമ്മുടെ സമയം പാഴാക്കി കളയരുത് എന്ന് നാം മനസ്സിലാക്കണം. ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് അത് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ സമയം നാം എന്ത് ചെയ്യരുത്? പാഴാക്കി കളയരുത്. അല്പവിനോദത്തിന് നമുക്ക് കുറച്ച് സമയം മാനസിക ഉല്ലാസത്തിന് ചെലവഴിക്കരുത് എന്നുള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നാം എപ്പോഴും എന്താണ്? നമ്മുടെ ദൗത്യത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഉത്സുകരാകുകയും അതിനുവേണ്ടി നാം താല്പര്യപ്പെടുകയും, അപ്പോൾ ദൈവം നാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം നമ്മളോട് സംസാരിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണം മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നാം എപ്പോഴും ബിസി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം എപ്പോഴും തിരക്കുള്ളവരായിരിക്കണം. നമ്മൾ അലസന്മാരുടെ ആ ഹൃദയത്തിലാണ് എന്ത് ചെയ്യുന്നത്? പിശാച് കയറി കൂടുവെച്ച് അവിടെ ഇരിക്കുന്നത്.
നാം എന്ത് ചെയ്യണം? അലസത വെടിയണം. ഇവിടെ കല്യാണം താമസിച്ച് പോയി. വിവാഹ സന്തോഷത്തിന്റെ പ്രവേശനത്തിനുള്ള വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നിട്ട് ഒരു പ്രയോജനമില്ല. താമസിച്ചു ചെയ്യുന്ന പ്രവൃത്തി പോലും ദൈവികമല്ല എന്ന് നാം മനസ്സിലാക്കണം. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മളത് താമസിച്ചാൽ പോലും ആ പ്രവൃത്തി ദൈവികമല്ല. ഇപ്പൊ നമുക്കൊരാളോട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മുടെ ഫെബിനും പനിയായി കിടക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ ചെന്നിട്ട് വല്ല കഥയുണ്ടോ? ഇല്ല. ആ പ്രവൃത്തിക്ക് ഫലമില്ലാതെ പോകും. അപ്പോൾ നാം എന്ത് ചെയ്യണം? നാം ചെയ്യേണ്ട സമയങ്ങളിൽ നമ്മുടെ കാര്യങ്ങൾ നാം ചെയ്യണം. അത് ആത്മീകമാണെങ്കിലും ഭൗതികമാണെങ്കിലും. താഴെയുള്ള 14 മുതലുള്ള വാക്യം നാം വായിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ആ കുറിവാക്യമായി വായിച്ചത്. മത്തായിയുടെ സുവിശേഷം 25:19. നമുക്കറിയാവുന്ന വിഷയമാണ്. താലന്തുകൾ പല ഘട്ടങ്ങളായി 3 പേർക്കും കൊടുക്കും. അവനവന്റെ പ്രാപ്തി പോലെയാണ്. അതിന്റെ 15-ാം വാക്യത്തിൽ കാണുന്നു, ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെയാണ് കൊടുത്തത്. നമുക്ക് കഴിവുള്ളതേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ യജമാനൻ നമ്മളെ ഏൽപ്പിക്കുകയും ദൈവം നമ്മളെ ഭരമേൽപ്പിക്കുന്ന കാര്യം ചെയ്യുവാൻ നാം എത്രത്തോളം പ്രാപ്തരാണോ അത്രത്തോളം മാത്രമേ ദൈവം നമ്മളെ ഏൽപ്പിക്കുകയുള്ളൂ. ആരോഗ്യമില്ലാത്തവന് വലിയ മല പറിക്കാനുള്ള ഒരു പരിപാടിയും ദൈവം കൊടുക്കത്തില്ല. നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യുവാൻ കഴിയുന്നത് അത് മാത്രമേ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുള്ളൂ. അവനവന്റെ പ്രാപ്തിക്ക് ലഭിച്ച താലന്ത് വ്യാപാരം ചെയ്യാതെ 1 കിട്ടിയവൻ എന്ത് ചെയ്തു? അതെടുത്ത് മാന്യമായിട്ട് കുഴിച്ചിട്ടു. 5 കിട്ടിയവൻ 5 കൂടെ സമ്പാദിച്ചു. 2 കിട്ടിയവൻ 2 കൂടെ സമ്പാദിച്ചു. 1 കിട്ടിയവൻ എന്ത് ചെയ്തു? അവൻ അതിൻ്റെ അകത്തൊരു പരിശ്രമം പോലും നടത്തിയില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എന്താണ് അത് വ്യാപാരം ചെയ്യുക എന്നുള്ള ദൗത്യമായിരുന്നു. ആ ദൗത്യം പോലും അവൻ തിരിച്ചറിയാതെ അവന് അത് കുഴിച്ചു. ദൗത്യം തിരിച്ചറിയുക. നമ്മൾക്ക് ദൈവം തരുന്ന നന്മകൾ അതെന്തിനു വേണ്ടിയാണ് എന്ന് നാം തിരിച്ചറിയണം. ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും അത് ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ അത് തിരിച്ചറിയുവാനുള്ള ആ കൃപ നമ്മൾ ആദ്യം പ്രാപിക്കണം. അത് ഈ 1 കിട്ടിയവൻ എന്ത് ചെയ്തില്ല? അത് ചെയ്തില്ല. അവൻ ഇത് കുഴിച്ചിട്ടവനെ യജമാനൻ വന്ന് വിളിച്ചത് ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ്. ദുഷ്ടനായതുകൊണ്ടാണ് അവൻ അത് കുഴിച്ചിട്ടത്. 2ാമത്തെ കാരണം അവൻ മടിയനുമായി. അവനെന്ത് ചെയ്തു? ആ പുറത്തുള്ള അതിന്റെ 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും. നമുക്ക് തരുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ ദൗത്യത്തിന്റെ ഫലം എന്താണ്? പുറത്തുള്ള ഇരുട്ടിലേക്ക് നമ്മളെ വലിച്ചെറിയും. മാത്രമല്ല, നമുക്ക് ദൈവം തന്ന ദൗത്യം നാം ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ മേലുള്ള ദൗത്യം മറ്റൊരാൾക്ക് കൊടുക്കും. ദൈവസന്നിധിയിൽ നാം പലപ്പോഴും ഒന്നുമാകാത്തതിൻ്റെ കാരണം എന്താണ്? നാം പലപ്പോഴും ദൈവസന്നിധി വന്നിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു, പാടുന്നു, അതുപോലെ നമ്മൾ അത് തന്നെ ചെയ്യുന്നു. നമ്മൾക്ക് ആത്മീയ തലത്തിൽ ഒരു വ്യത്യാസവുമില്ല എന്നുള്ളതിൻ്റെ കാരണം എന്താണ്? നമ്മളെല്ലാവരെയും പോലെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, എല്ലാവരെയും പോലെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, എല്ലാവരെയും പോലെയാണ് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾക്ക് ദൗത്യം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ അവനെ വിളിക്കുന്ന പേരാണ് മടിയൻ. നമുക്കറിയാം, സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, മടിയ നീ എന്ത് ചെയ്യണം? ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. ഇത്രയും ബുദ്ധിയുള്ള, ഇത്രയും ജ്ഞാനമുള്ള, ഇത്രയും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന മടിയനായ മനുഷ്യ, ഈ ലോകത്തുള്ള ദൈവത്തിന്റെ സൃഷ്ടിയായ ഏറ്റവും ചെറിയ സൃഷ്ടികളിലൊന്നായ ഉറുമ്പിനെ നോക്കി എന്ത് ചെയ്യാൻ പറയുന്നു? ദൈവം പറയുന്നു, നീ ബുദ്ധി പഠിക്കാനാ പറയുന്നു. അല്ലേ? നമുക്കറിയാം, ഉറുമ്പ് ഇങ്ങനെ ചെയ്യും. രാത്രി പോലും ഇവർക്ക് ഉറക്കമൊന്നും ഇടുന്നു. നമ്മൾ രാത്രി എന്തെങ്കിലും ഒരു മധുരമുള്ള സാധനം വെച്ചാൽ രാത്രിക്ക് മിനിറ്റ് ഇവർ വന്ന് പ്രവർത്തിക്കും. അത്രയ്ക്ക് ആക്റ്റീവാണ്. ഇവരുടെ ആക്റ്റീവ് കാരണം ബുദ്ധിമുട്ടുന്ന ചില സ്ഥലങ്ങളുണ്ട്. കേട്ടിട്ടുണ്ടോ? വേലായുധം പെട്ടി കേട്ടിട്ടുണ്ടോ? കറുന്തമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ 2 സ്ഥലങ്ങളുണ്ട്. വീട് വെച്ചവരെല്ലാം വീട് വിട്ടുപോയി. ഉറുമ്പാ പോകും. അവിടെ ഒരു ജീവിക്കാൻ പറ്റത്തില്ല. വേലായുധം പെട്ടി കറുന്തമല എന്നും പറഞ്ഞ് 2 സ്ഥലങ്ങളാണ്. സ്ഥലത്ത് എന്ത് ചെയ്യാൻ? അവിടെ ജീവിക്കുന്നവരൊക്കെ അവിടെ സ്ഥലം വിറ്റുപോയി. വലിയ മണിമാളികളൊക്കെ പണിത് 2 നിലയൊക്കെ വെച്ചിട്ട് താമസിക്കാൻ പറ്റത്തില്ല. ഉറുമ്പാണ്. ദേശം മൊത്തം ഉറുമ്പ്.
മൃഗങ്ങളെ വളർത്താൻ പറ്റത്തില്ല. കണ്ണെന്ത് ചെയ്യും? ഉറുമ്പ് കടിച്ചിട്ട് ഒരു ആസിഡുള്ള ഉറുമ്പില്ല, ആ ഉറുമ്പ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം അത്രയ്ക്ക് എന്താണ് ആക്റ്റീവാണ് പുള്ളികൾ. അപ്പം നാം എന്ത് ചെയ്യണം? അവരെ നോക്കി പഠിക്കണം. ദുഷ്കാലം വരുമെന്ന് അറിഞ്ഞ് അവരെന്ത് ചെയ്യുന്നു? മഴക്കാലമുണ്ട്, അതുകൊണ്ട് അവർ ആ ഭക്ഷണം ശേഖരിച്ച് അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ധാന്യമണികളെ, ഭക്ഷണ വസ്തുക്കളെ ഒക്കെ അവർ ശേഖരിച്ച് ദുഷ്കാലത്തേക്ക് കരുതി വെക്കുന്ന ഉറുമ്പിനെ കണ്ട് ബുദ്ധി പഠിക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നല്ല നല്ല മുത്തുകളെ എന്ത് ചെയ്യണം? നമ്മൾ ശേഖരിച്ചു വെച്ചിട്ട് അത് ദുഷ്കാലം വരുമ്പോൾ നാം എടുത്തുപയോഗിക്കണം. അങ്ങനെ ആ ദുഷ്കാലത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കും. ദുഷ്കാലം വരുമ്പോൾ കരഞ്ഞ് കയ്യും കാലും ഇട്ടടിച്ച് വെല്ലോനെ പിന്നെ ഉപദേശിമാരുടെയും പ്രവാചകന്റെയും പുറകെ എന്ത് ചെയ്യുക? ഓടി കാലം കഴിക്കുക. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവവചനം, ദൈവം നമ്മളെ കേൾപ്പിക്കുന്ന ദൈവവചനത്തിൽ നിന്ന് ആഴമേറിയ മുത്തുകളെ നാം ശേഖരിച്ചു വെക്കണം. ശേഖരിച്ചു വെക്കുമ്പോൾ ആ ദുഷ്കാലം വരുമ്പോൾ അത് ധ്യാനിക്കുമ്പോൾ അതോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവം ആ ദുഷ്കാലങ്ങളെ തരണം ചെയ്യുവാനുള്ള അതിജീവനത്തിന്റെ കൃപ ദൈവം നമുക്ക് തരും. അപ്പോൾ സമയം എന്ത് ചെയ്യണം? നാം പാഴാക്കരുത്. മടിയനോട് അധ്വാനശീലമുള്ള ഉറുമ്പിന്റെ അടുക്കൽ ചെന്ന് അതിനെ നോക്കി പഠിക്കുവാനാണ് ദൈവം പറയുന്നത്. വിശ്വാസികൾ അലസരാകരുത്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മൾക്ക് വിനോദത്തിന് ഒക്കെ നമ്മുടെ സന്തോഷത്തിനൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നോക്കരുതെന്നല്ല ഈ പറഞ്ഞതിൻ്റെ, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണില്ലെന്നല്ല ഈ പറഞ്ഞതിൻ്റെ. അത് കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകണം? നമ്മൾക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള മനസ്സ് നമ്മളിൽ എന്ത് ചെയ്യരുത്? വിട്ടുപോകരുത്. അത് വിട്ടുപോകുന്നിടത്താണ് നമ്മുടെ സമയം നഷ്ടമായി പോകുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വായിക്കാം. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ലായി. മറ്റൊരു ചിന്തയാണ് ഇത്. എങ്കിലും നമുക്ക് പഴയ നിയമത്തിലേക്ക് ഈ ചിന്തയൊന്ന് കൊണ്ടുവന്നാൽ, സീദോന്യ രാജാവായ ബാലിന്റെ മകളെ ഇസബേലിനെ നമുക്കറിയാം. അവൾ ജാതീയ സ്ത്രീയായിരുന്നു ഇസബേൽ. എന്നാൽ അവൾ വിവാഹം കഴിച്ചത് ഇസ്രയേലിലെ രാജാവായ ആഹാബിനെയാണ്. അങ്ങനെ രക്ഷണ്യ പദ്ധതിയിലേക്ക് അവൾക്ക് വരുവാൻ അവസരമുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? അവളുടെ ദുഷ്ടതയിലേക്ക് അവൾ ആഹാബിനെ വലിച്ചു കൊണ്ടുപോയി. രക്ഷിക്കപ്പെടുവാൻ അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ, രക്ഷാപദ്ധതിയിൽ നമ്മുടെ ജീവിതകാലം കഴിക്കുവാൻ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട്. ജാതിയായവൾക്ക് ദൈവത്തിലേക്ക് വരുവാനുള്ളൊരു പദ്ധതിയായിരുന്നു ഇത്. പക്ഷെ എന്ത് ചെയ്തില്ല? അവൾ അതിന് മനസ്സ് കാണിച്ചില്ല. സ്വന്തം ഭർത്താവിന്റെ മരണം പോലും, ദേശത്തെ ക്ഷാമം പോലും വകവെച്ചില്ല. ഒന്നും ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, യഥാർത്ഥ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം അവൾ മനസ്സ് കാണിക്കാഞ്ഞതുകൊണ്ട് അവളുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം കഴിയുന്നു. യേഹു കടന്നു വന്നിട്ട് ഈ കൊട്ടാരത്തിന്റെ മണിമാളികയിൽ നിന്ന് ഈസബേലിനെ എടുത്ത് താഴോട്ട് ഒറ്റയേറ. ഇവിടെ തലമണ്ട പൊട്ടിയെന്നാണ്, തലമണ്ടയൊക്കെ ചെതറിപ്പോയെന്നാണ്. അവളുടെ രക്തം നായ്ക്കൾ വന്ന് നക്കി. ദൈവത്തെ അറിയുവാൻ അവസരം കൊടുത്തിട്ടും രക്ഷിക്കപ്പെടാത്തവളുടെ രക്ഷണ്യ പദ്ധതിയിലേക്ക് വരാത്ത അവളുടെ അവസാന സ്ഥിതി ഇത് തന്നെയായിരിക്കും നമ്മൾക്കും ഉണ്ടാകുവാൻ പോകുന്നത്. നമ്മുടെ തലപൊട്ടു എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മളെ ഇരുട്ടിലേക്ക് തള്ളിവിടുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? സമയം തക്കത്തിൽ ഉപയോഗിക്കണം. കെരീത്ത് തോട്ടിലായിരുന്ന ഏലിയാവിനോട് ദൈവം പറഞ്ഞു, സാരേഫാത്തിലൊക്കെ പെട്ടെന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞു. പെട്ടെന്ന് അവിടെ ചെന്നപ്പോഴാണ് ഒരു വിധവയായ സ്ത്രീ, അവൾ വിറക് പെറുക്കി അവൾക്കും മകനും ഭക്ഷിച്ചിട്ട് മരിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുക. അവസാനത്തെ ഭക്ഷണവും ഭക്ഷിച്ചിട്ട് പിന്നെ പട്ടിണിയാണ്. മരിക്കുവാൻ തക്കവണ്ണം റെഡിയായിരിക്കുന്ന ആളുടെ അടുക്കലേക്ക് പോകുവാൻ ദൈവത്തിന്റെ അരുളപ്പാട് ഏലിയാവിനോടുണ്ടായി. ഏലിയാവ് ചിന്തിച്ചില്ല, അന്ന് നാളെ പോയേക്കാം, ഇന്ന് കാലിനൊക്കെ ഇച്ചിരി വേദനയല്ലേ, ഇന്ന് പനിയുടെ ചെറിയൊരു കോളുണ്ട്, ചെറിയൊരു മൂക്കടപ്പൊക്കും ജലദോഷമൊക്കെ ഉണ്ട്. നമ്മളെന്ത് ചെയ്തില്ല? പലരും പള്ളിയിൽ പോലും ചെറിയൊരു പനിയൊക്കെ 1.5 കിലോമീറ്റർ അകലെ കൂടെ പോയി കഴിഞ്ഞാൽ പള്ളിയിൽ പോകാത്ത ആളുകളുണ്ട്. ഏലിയാവ് എന്ത് ചെയ്തു? പെട്ടെന്ന് അവിടേക്ക് ആ ഭവനത്തിന് സമൃദ്ധി ഉണ്ടായി. ഒരു മരണത്തിൽ നിന്ന് ആ ഭവനത്തെ രക്ഷിച്ചു.
ദൈവം നമ്മളോട് ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ചിലരെ ആത്മീയ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, അല്ലെങ്കിൽ ഈ നന്മയിലേക്ക് ചിലരെ കൈപിടിച്ചുയർത്തുവാൻ തക്കവണ്ണം ദൈവം ചില പദ്ധതികൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നാം മടി പിടിച്ചിരുന്നാൽ, നാം അല്പം കൂടെ കിടന്നൊന്ന് ഉറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്തില്ല, അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. ചില ഉപദേശമാരുടെയൊക്കെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. രാത്രിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഹൃദയത്തിൽ, ആളുടെ പേര് ഞാൻ മറന്നു, അദ്ദേഹത്തിന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു വീട് കാണിച്ചിട്ട് പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. രാത്രി പണ്ട് ഈ പന്തമൊക്കെയാണ്, ഈ മുളയ്ക്കകത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് അറ്റത്ത് കേട്ടിട്ടുണ്ടോ? ആ പന്തം കൊളുത്ത് പ്രകടനമൊക്കെ അടങ്ങും കണ്ടാ. അതുകൊണ്ട് രാത്രി അവിടെ ചെന്ന് ആ വീട്ടിൽ വിളിച്ചപ്പം പുള്ളി ആത്മഹത്യ ചെയ്യാനായിട്ട് കയറൊക്കെ റെഡിയാക്കി ഉരുക്കിട്ടിട്ട് കഴുത്തലോട്ട് കയറ്റിയിട്ട് സ്റ്റൂൾ തട്ടി കളയാനായിട്ട് നിൽക്കുക. ഈ ദൈവദാസൻ ഒന്ന് മടിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഒരാൾ അവിടെ ആത്മീയതയിലേക്ക് വരാതെ മരിച്ചു പോകുന്നു എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വരാതെ ഒരാൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഉത്തരവാദി ആരാണ്? നമ്മളാണ്. നമ്മുടെ ചുറ്റും ഒരാൾ നശിച്ചു പോകുന്നതിൻ്റെ ഉത്തരവാദിത്തം നാം സമയം തക്കത്തിൽ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മൾക്ക് നിസാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. നാം നിസാരമെന്ന് കരുതുന്ന ഒരു കാര്യത്തിലും നാം അതിനെ നിസാരവൽക്കരിക്കരുത്. ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയുക, ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ തിരിച്ചറിയുക. ക്രിസ്തീയ ജീവിതം അലസമായിട്ടോ മടി പിടിച്ചിരിക്കുവാനോ നമ്മൾക്ക് ഒരിക്കലും ഇടയാകരുത്. സമയത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. ആ സമയം നമ്മൾക്ക് അവസാനം ദൈവം നമ്മളോട് ചോദിക്കും, എന്താണ് ഞാൻ നിനക്ക് തന്ന സമയം? ഈ ആയുസ് ഞാൻ നിനക്ക് തന്നു, ഈ ആയുസ്സിൽ നീ എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ഉത്തരം എന്തായിരിക്കും എന്ന് നാം ഒന്ന് ചിന്തിക്കുക. നമുക്ക് സമയമില്ല. നമുക്കറിയാം യേശുക്രിസ്തുവിനെ കുറിച്ച്. യേശുക്രിസ്തു തൻ്റെ 3.5 വർഷത്തെ ഈ ലോകത്തിലെ പിതാവേൽപ്പിച്ച ഈ ലോകത്തിൽ ചെയ്യേണ്ട ദൗത്യം 3.5 വർഷം കൊണ്ട് ചെയ്തു. യേശുക്രിസ്തു പൂർത്തീകരിച്ചിട്ട് ക്രൂശിൽ വെച്ച് പറയാണ്, നിവൃത്തിയായി. എൻ്റെ മേൽ ദൈവമേൽപ്പിച്ച ഈ പദ്ധതികൾ എനിക്ക് നിവർത്തീകരിക്കുവാൻ കഴിഞ്ഞു. ഓരോ പൈതലിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മളോട് ചോദിക്കുകയാണ്, നിന്നിൽ ഏൽപ്പിച്ച ദൗത്യം നീ പൂർത്തീകരിച്ചോ? അപ്പോഴാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്, എന്തായിരുന്നു ദൗത്യം? എനിക്ക് വലിയ പിടുത്തമൊന്നും കിട്ടിയില്ല. ഇത്രയും നാൾ പ്രസംഗം കേട്ടിട്ട്, ഇത്രയും നാൾ പ്രസംഗത്തോട് പ്രസംഗമായിരുന്നു, നമ്മൾ പാട്ടോട് പാട്ടായിരുന്നു, പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരുന്നു. പക്ഷെ ദൗത്യം എന്ത് ചെയ്തില്ല? തിരിച്ചറിഞ്ഞില്ല. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൗത്യം എന്താണെന്ന് നാം തിരിച്ചറിയണം. അലസമായി പോകുവാനാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെയും കാര്യം മാത്രം നോക്കി പോകുവാനല്ല, അത് നോക്കല്ലെന്നല്ലേ പറഞ്ഞത്. അത് നോക്കുന്നതിനോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പദ്ധതികൾ ഉണ്ടായിരുന്നു. അത് നാം തിരിച്ചറിയണം. സമയം അതിക്രമിച്ചു പോകരുത്. സമയം അതിക്രമിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി. നമുക്കറിയാം സുവിശേഷ വേലക്കാരെയൊക്കെ കൊയ്ത്തിൻ്റെ വേലക്കാരായിട്ടാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കൊയ്ത്ത് അധികമുണ്ട്, പാടം മൊത്തം എന്ത് ചെയ്യുക? വിളഞ്ഞു കിടക്കുക. ഒരു 2-3 ഏക്കർ സ്ഥലത്ത് നെല്ലിങ്ങനെ വിളഞ്ഞു കിടക്കുക. കൊയ്യാൻ സമയമായി. നമ്മൾ 1-2 പേരെ കൊണ്ട് നടക്കുമോ? നടക്കത്തില്ല. കാരണം കൊയ്യാൻ ഇഷ്ടം പോകും. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? കൊയ്ത്ത് സമയബന്ധിതമായി നടത്തിയില്ലെങ്കിൽ, അതിൻ്റെ കൊയ്യേണ്ട സമയം കഴിഞ്ഞ് അത് കൊയ്യാതിരുന്നാൽ എന്ത് ചെയ്യും? അത് നശിച്ചു പോകും. ആ വിളവതിയും നശിച്ചു പോകും. നമ്മൾ കാരണം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, ദൈവം നട്ടുവളർത്തിയ ചില വിളവുകൾ ഇത് ചെയ്തിരിക്കുന്നു, നശിച്ചു പോയിരിക്കുന്നു. നമ്മൾ കാരണം ചില നന്മകൾ ഇത് ചെയ്തിരിക്കുന്നു, നശിച്ചു പോയിരിക്കുന്നു. നമ്മൾ കാരണം ഒരുപാട് നശിച്ചെന്നേ. നമ്മളിപ്പോഴും ദൗത്യം തിരിച്ചറിഞ്ഞില്ല. കൊയ്ത്ത് അവിടെ കിടക്കുക, നമ്മളിപ്പുറത്തൂടെ പാടത്തൂടെ നമ്മൾ നടക്കുക, കിളിയെ ഓടിച്ച് നമ്മൾ നടക്കുക. പക്ഷേ കൊയ്യാൻ സ്ഥലം അപ്പുറത്ത് കിടക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൊയ്യുന്നില്ല. നമുക്ക് ഒരാളോട് സുവിശേഷം പറയാനാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നമ്മളത് ചെയ്യുക. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണെങ്കിൽ, നമ്മൾ ഒരാളെ ലക്ഷ്യം വെച്ച് കർത്താവെ അവനെ രക്ഷയുടെ പദ്ധതിയിലുള്ളതാണെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവനെ രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതിയെന്നേ. ഒരാൾ സുവിശേഷം പറയാൻ എല്ലാവർക്കും ഒന്നും
അത് പ്രാഗൽഭ്യമൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. പ്രാർത്ഥന എന്നത് എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ്. അത് പ്രത്യേക കൃപാവരമൊന്നുമില്ല. കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാത്തൊരു സാധനമാണ് പ്രാർത്ഥന. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൃപാവരങ്ങളാണ് നമ്മൾ പറഞ്ഞേനും എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയൊന്നുമില്ലെന്ന് നമ്മൾ പറഞ്ഞേനും. അതുകൊണ്ട് കൃപ, പ്രാർത്ഥന എന്ന കൃപാവരം എല്ലാവർക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറഞ്ഞ പക്ഷം പ്രാർത്ഥിക്കുക. ആ ദൗത്യം നമ്മൾക്ക് വേണ്ടി അത് മനസ്സിലാക്കട്ടെ. നമുക്ക് ഇന്ന് കൊയ്യേണ്ട ആ പാടം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് കൊയ്തു കഴിഞ്ഞാൽ അത് കിളിയും വന്ന് നശിപ്പിക്കും, മറ്റ് മൃഗങ്ങൾ കയറി നശിപ്പിക്കും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ആ കൊയ്ത്ത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. നാളെ കാലാവസ്ഥ ശരിയാകണമെന്നില്ല. നല്ല കാലാവസ്ഥയിലാണ് നാം കൊയ്യേണ്ടത്. ഒടിഞ്ഞു വീണും മറിഞ്ഞു വീണിട്ട് കൊയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കൂ. മറിഞ്ഞു വീഴുന്നത് വെള്ളത്തിലാണെങ്കിൽ അത് അവിടെ കിടന്ന് അഴുക്കായി പോകും. മറ്റൊരാൾ മറിഞ്ഞു വീഴുന്നതിനും മറ്റൊരാളെ അത് നശിച്ചു പോകുന്നതിന് മുമ്പേ കൊയ്തെടുക്കുവാൻ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി കൊയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഓരോരുത്തരുടെ മേലും ദൗത്യമേൽപ്പിച്ചിട്ടുണ്ട്. അത് നാം മനസ്സിലാക്കി നാം പ്രവർത്തിക്കണം. ആദ്യമേ ദൈവത്തോട് ദൗത്യം തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. തിരിച്ചറിയാത്തവരെന്ത് ചെയ്യണം? ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടി നാം പ്രവർത്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് ദൈവത്തിൻ്റെ നമ്മുടെ മേലുള്ള പദ്ധതിയാണ്. നമ്മൾക്ക് ഈ സമയമൊന്നും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരാളോട് സ്നേഹമായി കിട്ടുന്ന അവസരങ്ങൾ അത് നാം ദൗത്യം തിരിച്ചറിയാതെ അവരോട് കയർത്താൽ ആ ദൗത്യത്തിൽ നിന്ന് നമ്മൾ നേരെ വിപരീതമാണ് പ്രവർത്തനം. നമുക്ക് ദൗത്യം മനസ്സിലായില്ലെങ്കിലും ഈ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ലെങ്കിലും പിശാചിന് ഈ സമയമെല്ലാം അവന് കുറച്ച് സമയമേ ഉള്ളെന്നും പറഞ്ഞ് അവനെന്ത് ചെയ്യുക? പരക്കം പാഞ്ഞ് നടക്കുക. നമുക്കിന്ന് ഫ്ലൈറ്റ് വരും, 3 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ 2:30 ഇറങ്ങുമോ? ഇല്ല, 2:30 നമ്മൾ ആ സമയത്തിൽ നമ്മൾ പരക്കം പാഞ്ഞ് ചെയ്യുന്ന പോലെ പിശാച് പരക്കം പായുക. നമ്മളെ എങ്ങനെയെങ്കിലും ചെയ്യുക. നമ്മുടെ ദൗത്യത്തിൽ നിന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം. നോക്കുക, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് അവന് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കിലേക്ക്, അതായത് നമ്മളെ തെറ്റിച്ച് കളയുവാനും നമ്മളെ ഈ രക്ഷാപദ്ധതിയിൽ നിന്ന് മാറ്റിക്കളയുവാനും ഉള്ള സമയം കൊണ്ട് എന്ത് ചെയ്യുക? അവൻ ആൾക്കാരെങ്ങനെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു? വിശ്വാസികളെല്ലാം തകർന്നീയാൻ പാറ്റ പോലെ ആ തീയിലേക്ക് വീണുപോകും. നാം വളരെയധികം ശ്രദ്ധിക്കണം. പിശാചു പോലും ഇത് ചെയ്യുന്നു. സമയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികളായ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സമയത്തെ അല്ലെങ്കിൽ ആ ദൗത്യത്തെ തിരിച്ചറിയാതെ പോകുന്നത് ദൈവത്തിന് നമ്മളെ നോക്കുമ്പോൾ ലജ്ജാകരവും ദുഃഖകാരണവുമായി. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? സമയം ക്രമീകരിക്കണം. സങ്കീർത്തനം 90-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങളുടെ നാളുകൾ ഇനി അധികമില്ല. ഞങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കും. നമുക്കിനി എത്ര നാളുണ്ടെന്ന് നമ്മൾ അടുത്ത 5 വർഷം 10 വർഷം ജീവിച്ചിരിക്കുന്നു പറയാൻ നമുക്ക് എന്ത് ചെയ്തില്ല. അടുത്ത ആഴ്ച ജീവിച്ചിരിക്കുന്നു, അല്ലെ അടുത്ത മണിക്കൂർ ജീവിച്ചിരിക്കുന്നു എന്നൊന്നും പറയാൻ നമുക്കൊരു ഉറപ്പുമില്ല. അങ്ങനെയുള്ള കാലഘട്ടം എന്നല്ല, അങ്ങനെയുള്ള ഈ ഭൂമിയിൽ നമുക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം വേണം. എന്തിനാണ് ജ്ഞാനം? ഈ ചെറിയ സമയം എങ്ങനെ നമ്മൾക്ക് കൈകാര്യം ചെയ്യാം. ഇത്രയും കിട്ടിയ സമയം കൊണ്ട്, ഈ ചുരുക്കം സമയം കൊണ്ട് നമുക്കറിയാം ചില കാര്യങ്ങൾക്കൊക്കെ ചില ആൾക്കാരെ ഏറ്റുന്നു കുറഞ്ഞ സമയം കൊണ്ട് അവർ വലിയ കാര്യങ്ങളെ ചെയ്യും. ചിലർക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കുറഞ്ഞ സമയം കൊണ്ട് ഈ ഭൂമിയിൽ 7-10 ഏറെ ആയാലും 80 മാത്രം അല്ലേ, അതോടെ തീരും സർവ്വ പരിപാടിയാണ്. നമ്മൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കും. സമയം അധികമില്ല, അതിനെ നഷ്ടമാക്കാതെ നാം എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന്
നമ്മൾ റെഡിയാക്കണം. ജ്ഞാനമുള്ള ഒരു ഹൃദയം. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് ബന്ധനസ്ഥനായിരുന്നു. ചങ്ങലയൊക്കെ ഇട്ട് റോമിന്റെ തെരുവുകളിലും ഒക്കെ ചങ്ങലയിട്ട് പോയി അവിടെ നിന്ന് പ്രസംഗിക്കുന്നു. തടവറയിൽ നിന്ന് ലേഖനങ്ങൾ എഴുതി. അത് ആ ലേഖനങ്ങൾ അന്ന് ഒരു ചെറിയ സഭയ്ക്കാണ് പ്രയോജനം ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് ആഗോള സഭയ്ക്ക്, ഭൂലോകത്തിലുള്ള എല്ലാ സഭയ്ക്കും പ്രയോജനപ്പെടത്തക്ക ലേഖനങ്ങളാണ് പൗലോസ് തടവറയിലിരുന്ന് എഴുതിയത്. യെരമ്യാവ് തടവറയിലിരുന്നാണ് പ്രവചനം എഴുതി. നമ്മൾ തടവറ കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇരുട്ടത്തിരുന്ന് നമ്മുടെ ജീവിതം നശിച്ചു എന്നും പറഞ്ഞ് നമ്മൾ ബ്രാഗി, ലോകത്തോടും ജഡ്ജിയും നാട്ടുകാരെല്ലാം ബ്രാഗി നമ്മൾ നശിച്ചു പോകുന്നല്ലാതെ. എന്നാൽ നോക്കുക, ഒരു ദൈവ പൈതലിനെ ആ തടവറയിലും ഇരുന്ന് അതിൻ്റെ സമയം വിനിയോഗിച്ച് നിരാശപ്പെട്ടിരിക്കുകയല്ല. നാളെ നടക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് നിരാശപ്പെട്ടിട്ട് വല്ല പ്രയോജനമുണ്ടോ? അതാ വരുന്ന ആ സമയത്ത് നമുക്ക് അത് ഫേസ് ചെയ്യാം. നാം ഒന്നിനെക്കുറിച്ചും കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച്, കഴിഞ്ഞുപോയ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുമ്പനാട്ട്, ഞാൻ നേരത്തെ ടിജോടൊക്കെ പറഞ്ഞു, 800 രൂപയുള്ള സെന്റിന് അന്ന് പാടമായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് അപ്പനോട് പറഞ്ഞു, ഒരു 10 സെന്റ് വാങ്ങി, പൈസ ഉണ്ട്. വേണ്ടടാ, സ്ഥലമൊന്നും അവിടെ വഴിയൊന്നും കിട്ടത്തില്ല. ഇന്ന് അവിടെ ഇരിക്കുന്ന സ്ഥാപനങ്ങൾ, ട്രഷറി, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പവർ സ്റ്റേഷൻ എല്ലാം തൊട്ടടുത്താണ്. ഇന്ന് അതിന് 4-5 ലക്ഷം രൂപയാണ് സെന്റിന് രൂപ അകത്ത്. അപ്പൊ നോക്കുക, ഇന്ന് അതിനെക്കുറിച്ച് വേലാതിപ്പെട്ടിട്ട് കാര്യമുണ്ടോ? കയ്യിൽ നിന്ന് പോയി. നമ്മൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ ദുഃഖം, അതായത് പുറത്തെ ഇരുട്ടിലേക്ക് നമ്മളെ തള്ളിക്കളയും. നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പിണങ്ങി, മറ്റുള്ളവരെ വഴക്കുണ്ടാക്കി, മറ്റുള്ളവർക്ക് പാര വെച്ചും നാം ജീവിക്കരുത്. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ഇതൊന്നും നമ്മൾ ഇതൊക്കെ ലോക മനുഷ്യൻ എന്ന് പറയുമ്പോൾ ലോകത്തിലെ 100% മനുഷ്യരെടുത്ത് അതിൽ 20% പേര് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് നമ്മൾ വിശ്വാസികൾ ചെയ്യരുതെന്നായി പറഞ്ഞു. ലോക മനുഷ്യരിൽ എത്ര നല്ല ആളുകളുണ്ട്, 80% നല്ല ആൾക്കാരുണ്ട്. ആ നല്ല ആളുകൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ് വിശ്വാസികൾ, ദൈവത്തെ അറിഞ്ഞവർ എന്ന് പറയുന്ന നമ്മൾ ചെയ്തു കൂട്ടുന്നത്. നാം എന്ത് ചെയ്യണം? നമ്മൾ മനുഷ്യനോട് ആശയങ്ങൾ വ്യത്യാസം ഉണ്ടാകും, അല്ലേ? നമ്മൾ വളർന്നു വന്ന സാഹചര്യവും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ നാം പറഞ്ഞു തീർന്നിട്ട് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കോപം ഉണ്ടാകും. പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് അങ്ങ് സ്നേഹത്തിൽ പോകണം. ഈ പുരുഷന്മാർക്ക് അത് പെട്ടെന്ന് കഴിയും. ഇന്ന് വഴക്കുണ്ടാക്കിയാൽ നാളെ വൈകിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു ചായ ഒരുമിച്ചിരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ആക്കാനുള്ള പ്രശ്നം. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധയോട് വേണം നമ്മുടെ വാക്കുകൾ ഒക്കെ നാം ഉപയോഗിക്കുവാൻ. സങ്കീർത്തനം 39 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: യഹോവേ, എൻ്റെ അവസാനത്തെയും ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയട്ടെ. നമുക്കറിയാം എത്ര ആരോഗ്യമുള്ളവർ, എത്ര പ്രഗത്ഭന്മാർ, എത്ര സമ്പന്നന്മാരൊക്കെ ഈ കൊറോണ വന്നപ്പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. നമുക്കും നാളെ അത് നേരിടത്തില്ലെന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഇതിനേക്കാൾ വലിയൊരു മഹാമാരി വരാം, അല്ലെങ്കിൽ ഒരു ചെറിയ പനി വന്ന് തീരാനുള്ളതേ ഉള്ളൂ നമ്മുടെ ആരോഗ്യമൊക്കെ. അപ്പോൾ നാം എന്തിനാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത്? നാം എന്തിനാണ് ഇങ്ങനെ നമ്മുടെ സമയം ദൈവഹിതമല്ലാത്ത കാര്യങ്ങളിൽ വിനിയോഗിക്കുന്നത്? നമ്മളെത്ര ക്ഷണികൻ. നാളെയോ അല്ലെങ്കിൽ നമ്മുടെ ആയുസ് ദൈവം തന്നിരിക്കുന്ന ആ സമയത്തെന്തെയും നമ്മൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടും. അതിനു മുമ്പ് എന്ത് ചെയ്യണം? നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശരിയാകുവാൻ, അല്ലെ നിങ്ങൾ കാരണം മറ്റൊരാളൊന്ന് ശരിയാകുവാൻ ഇച്ചിരി ദീർഘക്ഷമതയൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ ദൈവത്തിൻ്റെ വരവ് താമസം. വെളിപ്പാട് 22:20 അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. അതുകൊണ്ട് നോക്കുക, കർത്താവായ യേശു ക്രിസ്തുവേ വേഗം വരേണമേ എന്നാണ് ആ വാക്യത്തിന്റെ സാരാംശം. അതുകൊണ്ടാണ് ആശീർവാദം പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവേ വേഗം വരേണമേ എന്ന് പറയുന്നത്. വേഗം വരുമെന്ന് കർത്താവ് പറയുന്നു. അതുകൊണ്ട് നമ്മളെന്ത് പറയുന്നു? കർത്താവ് യേശു ക്രിസ്തുവേ വേഗം വരണമേ. നമുക്ക് സമയമധികമില്ല. കർത്താവ് വേഗം വരണമെന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ ആശീർവാദമൊക്കെ പറയുമ്പോൾ നമ്മൾ കർത്താവ് വേഗം വരണം. പക്ഷേ നമ്മുടെ ഒരു പ്ലാനും പദ്ധതി എന്ത് ചെയ്തിട്ടില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു പരിപാടിയും നമ്മൾ ചെയ്തിട്ടില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ട് ഓരോ കാര്യം ഏൽപ്പിച്ചിട്ട് ദൈവം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങൾ ഈ ബൈബിൾ മുഴുവനുണ്ട്. ഇനിയും ഇനിയും മതി. ഇനിയും ദിവസങ്ങൾ, ഒരു പക്ഷേ നാളെയാണെങ്കിലും
നമ്മുടെ ജീവിതം അവസാനം അല്ലെ കർത്താവ് ഒരു നാളെയാണെങ്കിലും ഇപ്പോൾ കേൾക്കുന്ന വചനത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് പോകണം. നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങണം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ അതിനകത്തിങ്ങനെ വായിക്കുന്നു. അവർ ഒരുമിച്ച് കൂടിയപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുങ്ങിയിരുന്നു. ഞാൻ എപ്പോൾ വേണമെങ്കിലും പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ആ കാലം നിങ്ങൾ അറിയണ്ട, നിങ്ങൾ അങ്ങ് ഒരുങ്ങിയിരുന്നാൽ. ചിലരൊക്കെ പറയത്തില്ലേ, ഞാൻ ഇനി കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് ശരിയായിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കത്തില്ലെന്നാണ് ഈ പറയുന്നതിൻ്റെ കാരണം. സമയവും കാലം നമുക്ക് അറിയത്തില്ല. ഒരുങ്ങി എപ്പോഴും ഇരുന്നോണം. ഒരുങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ബസ് വരുമ്പം നമുക്ക് വേണ്ടി കാത്തിരിക്കുമോ? ഇല്ല. അത് ആ ടൈം ട്രെയിനും ഒക്കെ എന്ത് ചെയ്യും, ഫ്ലൈറ്റും ഒക്കെ ആ ടൈമിൽ അങ്ങ് പോകും. നമ്മൾ ഒരുങ്ങി അവിടെ ചെന്ന് നിന്നാൽ നമ്മുടെ പേപ്പറൊക്കെ ക്ലിയർ ആണെങ്കിൽ കയറി പോകാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പിടിച്ച് നമ്മളെ എയർപോർട്ടിന് പുറത്താക്കാം. എന്ന് പറഞ്ഞതുപോലെ കർത്താവ് വരുമ്പോൾ എല്ലാ കാര്യവും റെഡിയായിട്ടിരുന്നാൽ പോകാം. അല്ലെങ്കിൽ ആ ഇരുട്ടത്തോട്ട് നമ്മളെന്ത് ചെയ്യും, വലിച്ച് എറിയും. അവിടെ കിടന്ന് നരകയാതന അനുഭവിക്കുവാൻ തക്കവണ്ണം മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ ലഭിച്ച സമയം എന്തു ചെയ്തു? എഫെസ്യർ 5:16 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സമയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി നമ്മുടെ സമയം നമ്മൾക്ക് ചെലവഴിക്കും. ഈ കാലഘട്ടം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലം. പ്രതിസന്ധികൾ വരാം, പ്രയാസങ്ങൾ വരാം, അനർത്ഥങ്ങൾ വരാം, അപകടങ്ങൾ വരാം. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയോടെ, ഇന്ന് നമ്മൾ മരിച്ചുപോയാൽ, നാളെ നമ്മൾ മരിച്ചാൽ, നമ്മൾ കർത്താവിനോടുകൂടെ നിത്യതയിൽ വാഴാം എന്നുള്ളൊരു ഉറപ്പ് ഈ പകൽക്കാലം നമ്മൾ പ്രാപിച്ച് അതിന് അനുസൃതമായി നാം ജീവിക്കണം. സമയം ബുദ്ധിപൂർവം ദൈവം തരുന്ന ജ്ഞാനത്തിനനുസരിച്ച് ജ്ഞാനത്തെ തരണമേ എന്നാണ്. എൻ്റെ നാളുകളെ എണ്ണുവാൻ എനിക്കൊരു ജ്ഞാനമുള്ള ഹൃദയം തരണമെന്നാണ് ദൈവം പറയുന്നത്. ദൈവത്തോട് സങ്കീർത്തനക്കാരൻ പറയും. അത് പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഈ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ സമയം ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ജ്ഞാനമുള്ള ഒരു ഹൃദയം നമ്മൾക്ക് പ്രാപിക്കും. വളരെ കാലം കഴിഞ്ഞ ശേഷം വളരെ ഒരു സമയദൈർഘ്യം നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥന. സ്വതം 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 സ്വതം